അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സൂറത്തുൽ മാഇദയിലെ 59-ാമത്തെയും 60-ാമത്തെയും ആയത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുൻ ആയത്തുകളിലേതുപോലെ അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത് യഹൂദികളെയും ക്രിസ്ത്യാനികളെയുമാണ്. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് സത്യവിശ്വാസികൾ അള്ളാഹുവിലും അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണമായ ഗ്രന്ഥങ്ങളിലും വിശ്വസിച്ചു എന്നതല്ലാത്ത മറ്റൊരു ന്യൂനതയും യഹൂദികൾക്കോ ക്രിസ്ത്യാനികൾക്കോ സത്യവിശ്വാസികളിൽ കാണാനാവില്ല എന്നാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം സത്യത്തിൽ സ്തുത്യർഹമായ കാര്യമാണ്. പക്ഷേ ഈ ആളുകൾക്ക്, യഹൂദികൾക്കും ക്രിസ്ത്യാനികൾക്കും അതൊരു ന്യൂനതയായി തോന്നുകയാണ് എന്നുള്ളതാണ്. അതല്ലാതെ മറ്റൊരു തെറ്റും സത്യവിശ്വാസികൾ അവരോടോ സമൂഹത്തോടോ ചെയ്തിട്ടില്ല. ഈ ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ, നബിയെ നിങ്ങൾ പറയുക, യാ അഹ്ലൽ കിതാബ്, അഹ്ലുൽ കിതാബെ, ഹൽ തൻഖിമൂന മിന്ന, നിങ്ങൾ ഞങ്ങളിൽ കാണുന്നുണ്ടോ, ന്യൂനതയായി കാണുന്നുണ്ടോ, എന്തല്ലാതെ ഇല്ലാ അൻ ആമന്ന ബില്ലാഹി, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാതെ, വമാ ഉൻസില ഇലൈന വമാ ഉൻസില മിൻ ഖബൽ, ഞങ്ങളിലേക്കും ഞങ്ങൾക്ക് മുമ്പുള്ളവരിലേക്കും അവതീർണമായ ഗ്രന്ഥങ്ങളിലും വിശ്വസിച്ചു എന്നതല്ലാതെ. പിന്നെയോ വ അന്ന അക്തറക്കും ഫാസിക്കൂൻ, നിങ്ങളിൽ ഭൂരിഭാഗം പേരും തെമ്മാടികളാണ് എന്നതുമല്ലാതെ. അങ്ങനെ അർത്ഥമാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഭൂരിഭാഗം പേരും തെമ്മാടികളായിരിക്കുക ആവുന്നതോടുകൂടെ. എന്തായാലും അവിടെ അന്ന അക്തറക്കും ഫാസിക്കൂൻ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചയാണ് കാര്യമായി ഈ ഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു ഖിറാഅത്തിൻ്റെ ചർച്ച. ഖറ അൽ ഹസനു ഹൽ തൻഖമൂന ബിഫത്ഹിൽ ഖാഫി, ഹൽ തൻഖമൂന എന്ന് പറഞ്ഞിട്ടുണ്ട്. വൽ ഫസീഹു കസ്റുഹ, ഹൽ തൻഖിമൂന എന്ന് പറയുന്നതാണ് ഏറ്റവും ഫസീഹായ അഭിപ്രായം. വൽ മഅന ഹൽ തഈബൂന മിന്ന വതുൻകിറൂന ഇല്ലൽ ഈമാന ബിൽ കുതുബിൽ മുനസ്സലതി കുല്ലിഹ, ഇതുവരെ അവതീർണമായ അല്ലാഹുവിങ്കൽ നിന്ന് അവതീർണമായ ഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചു എന്നതല്ലാത്ത എന്തെങ്കിലും മോശം, എന്തെങ്കിലും കുറവ് നിങ്ങൾ കാണുന്നുണ്ടോ? ഇനി അടുത്തത്, ഇവിടെയാണ് വിശദമായ ചർച്ച വരുന്നത്. വ അന്ന അക്തറക്കും ഫാസിക്കൂൻ, നിങ്ങളിൽ അധിക പേരും തെമ്മാടികളാണ് എന്ന ആ ഒരു പ്രസ്താവന അത് ഏതിനോടാണ്? ഈ ഫൈൻ കുൽത്ത അലാമ ഉത്തിഫ കൗലുഹു, ഇതെങ്ങോട്ടാണ് അത്ഫ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ വിശദീകരണമാണ് തുടർന്ന് വരുന്നത്. കുൽത്തു ഫീഹി വുജൂഹുൻ, അതൊരു ചോദ്യത്തിന് സാധ്യതയുള്ള ഭാഗമാണ്, അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക. അലാമ ഉത്തിഫ ഖൗലുല്ലാഹി സുബ്ഹാനഹു വ തആല വ അന്ന അക്തറക്കും ഫാസിഖൂൻ, എങ്ങനെയാണ് അപ്പോൾ അർത്ഥം വെക്കേണ്ടത്? എങ്ങനെയാണ് അതിൻ്റെ ഇറാബിയായ മഹല്ല്? ഒന്ന്, വജ്ഹുകളിൽ ഒന്ന്, അയ്യുഅത്തഫ അലാ അൻ ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു എന്നതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും കുറവ് കാണുന്നുണ്ടോ? പിന്നെ എന്തും, നിങ്ങളിൽ ഭൂരിഭാഗം പേരും തെമ്മാടികളാണ് എന്നതുമല്ലാതെ. അപ്പോൾ ഇങ്ങനെ അർത്ഥം പറയുക, ഞങ്ങൾ വിശ്വസിച്ചു എന്നും നിങ്ങൾ തെമ്മാടികളാണ് എന്നതുമല്ലാതെ എന്തെങ്കിലും കുറവുണ്ടോ എന്നർത്ഥം. ബിമാന വമാ തൻഖിമൂന മിന്ന ഇല്ലൽ ജംഅ ബൈന ഈമാനിന വബൈന തമറുദിക്കും വഖുറൂജിക്കും അനിൽ ഈമാൻ. അല്ലേ, ഒരു വിഭാഗം തെറ്റിൻ്റെയും തെമ്മാടിത്തരത്തിൻ്റെയും പക്ഷത്ത് നിൽക്കുക, മറ്റൊരു പക്ഷം വിശ്വാസത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക, ഇതല്ലാതെ എന്തെങ്കിലും ഒരു കുറവുണ്ടോ എന്നർത്ഥം നമ്മൾ പറയണം. വമാ തൻഖിമൂന മിന്ന, ഞങ്ങളിൽ നിങ്ങൾ കുറവായി കാണുന്നില്ല. ഇല്ലൽ ജംഅ ബൈന ഈമാനിന, ഞങ്ങൾ ഈമാനിൻ്റെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതും നിങ്ങൾ തമറുദിൻ്റെയും ഖുറൂജുൻ അനിൽ ഈമാൻ്റെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതും. കഅന്നഹു ഖീല, അപ്പോൾ ഒന്നും കൂടി നന്നാക്കി പറഞ്ഞാൽ ഇങ്ങനെ വരും. വമാ തുൻകിറൂന മിന്ന, നിങ്ങൾ ഞങ്ങളിൽ കുറവായി കാണുന്നില്ല. ഇല്ലാ മുഖാലഫതക്കും, നിങ്ങൾ ഒരു എതിരായി കാണുന്നു. എന്ത്? ഹൈതു ദഖൽന ഫീ ദീനിൽ ഇസ്ലാം, ഞങ്ങൾ ദീനുൽ ഇസ്ലാമിൽ പ്രവേശിച്ചു. വ അൻതും ഖാരിജൂന മിൻഹു, നിങ്ങൾ അതിൻ്റെ പുറത്തു നിന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്നല്ല നിങ്ങൾ നോക്കുന്നത്, നിങ്ങളുടെ പ്രതിപക്ഷമായി എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ നോക്കുന്നത്. അങ്ങനെയാണ് വ അന്ന അക്തറക്കും ഫാസിഖൂൻ എന്നുള്ളത് ആത്ഫായിട്ട് പറയാം. ഓക്കെ. വയജൂസു, അടുത്തത് 2,
അല്ലെങ്കിൽ ഈ ഒന്നിൻ്റെ തന്നെ ഉപവിഭാഗമായിട്ട് രണ്ട് തന്നെ നമുക്ക് എണ്ണാം. അൻ യക്കൂൻ അലാ തഖ്ദീരി ഹദ്ഫിൽ മുലാഫി, ഒരു മുലാഫിനെ അവിടെ കളയുക. ഐ വമാ തൻകിമൂന മിന്ന ഇല്ലാ അൻ ആമന്നാ ബില്ലാഹി വബിൽ വമാ ഉൻസില ഇലൈന വമാ ഉൻസില മിൻ ഖബ്ലു വൻ ആമന്ന അന്ന അക്തറക്കും ഫാസിക്കൂൻ, ഒരു മുലാഫിനെ അവിടെ അങ്ങോട്ട് കളഞ്ഞിട്ട് അങ്ങനെ എഴുത്തിക്കാതു അന്നക്കും ഫാസിക്കൂൻ, നിങ്ങൾ ഫാസിക്കീങ്ങളാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതുമല്ലാതെ എന്തെങ്കിലും കുറവ് കാണുന്നുണ്ടോ? അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നു, പിന്നെ നിങ്ങളൊക്കെ തെമ്മാടികളാണ് എന്ന് വിശ്വസിക്കുന്നു. ഇതല്ലാതെ അപ്പോഴും അത്ഫ് തന്നെയാണ്. അടുത്ത ഒരു വജ്ഹ് അന്ന അക്തറക്കും ഫാസിക്കൂൻ എന്നുള്ളത് അയ്യൊഴുത്ത ഫലം അലൽ മജ്റൂർ, ഒരു മജ്റൂറിൻ്റെ മേലെ അത്ഫ് ചെയ്യുക. അപ്പം എങ്ങനെ? വമാ തൻകിമൂന മിന്ന ഇല്ലൽ ഈമാന ബില്ലാഹി വബിമാ ഉൻസില മിനൽ കുതുബി വബി അന്ന അക്തറക്കും ഫാസിക്കൂൻ. അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങൾ ഫാസിക്കീങ്ങളാണ് എന്ന കാര്യത്തിൽ വിശ്വസിക്കുക. അങ്ങനെ അത്ഫ് ചെയ്യുക. അപ്പോൾ രണ്ടെണ്ണമായല്ലേ? ഓക്കെ. വയജൂസ് അൻ തകൂനൽ വാവു, അപ്പോൾ ശരിക്കും മൂന്നെണ്ണമായി. ഇനി നാലാമത്തത് വയജൂസ് അൻ തകൂനൽ വാവു, അല്ലെങ്കിൽ പിന്നെ ആ വാവ് അന്ന അക്തറക്കും എന്നുള്ള വാവ് ബിമാന എൻ്റെ അർത്ഥത്തിൽ പറയാം. ഐ വമാ തൻകിമൂന മിന്ന, നിങ്ങൾ കുറവായി കാണുന്നില്ല, ഇല്ലൽ ഈമാന, ഞങ്ങൾ വിശ്വാസികളാണ് എന്നതൊഴികെ, എന്തോടുകൂടെ അന്ന അക്തറക്കും ഫാസിക്കൂൻ, നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഫാസിക്കീങ്ങളാവുന്നതോടുകൂടെ. നിങ്ങൾ അല്ലേ, അങ്ങനെ ഉണ്ടാവുമല്ലോ. എല്ലാവരും തോറ്റിട്ട് കുറച്ചാൾ ജയിക്കുമ്പോൾ ജയിക്കുന്നവരോടൊരു ഇടങ്ങറ് തോന്നുക എന്ന് പറഞ്ഞ മാതിരി എല്ലാവരും ഫാസിക്കീങ്ങളാണ് ഓലയിൽ. അപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാർ വിശ്വാസികളായപ്പോൾ അതിനോടൊരു വെറുപ്പ് തോന്നും. ഓക്കെ. ഇപ്പം നാലെണ്ണം കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ. അതൊന്ന് നമുക്ക് സമ്മപ്പ് ചെയ്യണം. അടുത്തത് വയജൂസു അയ്യക്കൂന, ഈ അന്ന അക്തറക്കും ഫാസിക്കും എന്നുള്ളത് എന്തുമാവാം? തഅലീലൻ മഅതൂഫൻ അലാ തഅലീലിൻ മഹ്ദൂഫിൻ, ഒരു കളയപ്പെട്ട തഅലീൽ എന്ന് പറഞ്ഞാൽ ഇല്ലത്തായിട്ട് പറയാം അല്ലേ, ഒരു കാരണം പറയാം. ഒരു കളയപ്പെട്ട ഇല്ലത്ത് തഅലീൽ, അതിൻ്റെ ആ ഒരു കളയപ്പെട്ട തഅലീലിൻ്റെ മേൽ അത്ഫ് ചെയ്ത തഅലീലായിട്ട് ഇല്ലത്തായിട്ട്. ഉദാഹരണം അല്ല, അതിൻ്റെ വിശദീകരണം. വമാ തൻകിമൂന മിന്ന, നിങ്ങൾ ഞങ്ങളിൽ കുറവായി കാണുന്നില്ല, ഇല്ലൽ ഈമാന, ഞങ്ങളുടെ ഈമാൻ ഒഴികെ. കാരണം ആ തഅലീൽ ലിഖില്ലത്തി ഇൻസാഫിക്കും, അത് പെടില്ല, നിങ്ങളിൽ നീതി കുറവായതുകൊണ്ട്. ആ തഅലീൽ മഹദൂഫാണ്, അതിലേക്ക് അത്ഫ് എന്ത്? വഫിസ്കിക്കും, നിങ്ങൾ ഫാസിക്കീങ്ങളായതുകൊണ്ടും ആയത് കാരണത്താലും. അപ്പോൾ അവിടെ ഒരു തഅലീൽ വന്നു, ലിഫിസ്കിക്കും. അന്ന അക്തറക്കും ഫാസിക്കും എന്നുള്ളതിൻ്റെ അർത്ഥം ലിഫിസ്കിക്കും എന്നാണ്. ഓക്കെ. ആ തഅലീൽ എവിടെ നിന്ന് കിട്ടി? അത് അത്ഫാണ്. അത് വാന്നുള്ള വാവിനെ അത്ഫ് ചെയ്യണം. അതിനാണ് ഇപ്പോൾ ഇത്ര ഇടങ്ങറാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് ലാമ് എന്താ പറഞ്ഞാൽ മതിയായിരുന്നു. അന്ന അക്തറക്കും എന്നാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ ഒരു വാവുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു തഅലീലിനെ കണ്ടെത്തണം. അതാണ് ലിഖില്ലത്തി ഇൻസാഫിക്കും എന്നുള്ളത്. നിങ്ങൾക്ക് നീതി കുറവാണ്. വ ഫിസ്കിക്കും, നിങ്ങൾ ഫാസിക്കീങ്ങളുമാണ് അത് കാരണം. പിന്നെ ഇത്തിബായിക്കും ഷഹവാത്തി, നിങ്ങൾ ദേഹേച്ഛകളെ പിന്തുടരുന്നു എന്നുള്ളതുമാണ്. ഓക്കെ. വയദുല്ലു അലൈഹി തഫ്സീറുൽ ഹസൻ, അത് വെറുതെ പറഞ്ഞൊന്നുമല്ല. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീറിൽ ഇങ്ങനെ കാണാം, ബിഫിസ്കിക്കും നകംതും ദാലിക അലൈന, നിങ്ങൾ ഫാസിക്കീങ്ങളായത് കാരണത്താലാണ് ഞങ്ങളിൽ കുറവ് കാണുന്നത്. ഇപ്പോൾ 4-5 വജ്ഹുകൾ നമ്മൾ പറഞ്ഞു. ഒന്നുകൂടി നോക്കുക ആ വജ്ഹുകളിലേക്ക്. ഇത് ഞാനിപ്പോൾ പിന്നെയും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ചോദ്യമായി വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. ഓക്കെ. ഒന്നാമത്തെ വജ്ഹ് അൻ ആമന്ന എന്നുള്ളതിൻ്റെ മേലെ അത്ഫ് ചെയ്യുക. ഓക്കെ. അന്ന അക്തറക്കും ഫാസിക്കും എന്നുള്ളത് അല്ല, അൻ ആമന്ന എന്നുള്ളതിൻ്റെ മേൽ. അപ്പോൾ നിങ്ങൾ ഫാസിക്കീങ്ങളും ഞങ്ങൾ മുഅ്മിനീങ്ങളുമായതാണോ നിങ്ങളൊരു കുറവായി കാണുന്നത്? അല്ലെങ്കിൽ അത് മജ്റൂറായിട്ട്. അപ്പോൾ ബില്ലാഹ്, ഇല്ലൽ ഈമാന ബില്ലാഹി, അവിടെയൊക്കെ അത്ഫ് ചെയ്യുക. ബില്ലാഹി വബിമാ ഉൻസില വബി അന്ന അക്തറക്കും ഫാസിക്കും. അല്ലെങ്കിൽ പിന്നെ വാവിന് എന്നർത്ഥം വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് ഒരു തഅലീലിൻ്റെ അർത്ഥത്തിൽ പറയുക, തഅലീലിലേക്ക് അത്ഫായിട്ട് പറയുക. അപ്പം ഇങ്ങനെ വജ്ഹുകളുണ്ട് അന്ന അക്തറക്കും ഫാസിക്കും എന്നുള്ളത്. ഇനി ഇതിൻ്റെ പശ്ചാത്തലം. വറുവിയ അന്നഹു അത്താ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നഫറു മിനൽ യഹൂദി, പറയപ്പെടുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കുറച്ച് യഹൂദികൾ വന്നു. ഫസഅലൂഹു അമ്മ യുഅ്മിനു ബിഹി മിനർ റുസുൽ,
ഏതൊക്കെ പ്രവാചകന്മാരിലാണ്, ഏതൊക്കെ ദൂതരിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസിക്കുന്നത് എന്ന് ഓലി ചോദിച്ചു. ഫഖാല, അപ്പോൾ റസൂൽ പറഞ്ഞത്രേ, ആമന്ന ബില്ലാഹി വബിമാ ഉൻസില ഇലൈന എന്ന് ഉത്തരം പറഞ്ഞു. ഇലാ ഖൗലിഹി വനഹ്നു ലഹു മുസ്ലിമൂൻ വരെ, അത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നു. പിന്നെ വനഹ്നു ലഹു മുസ്ലിമൂൻ എന്നുള്ള സൂറത്തുൽ ബഖറയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചു, ഫഖാലു ഹീന സമീഉ ദിക്ര ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ചർച്ച വന്നു കാണും. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഈസാ അള്ളാഹുവിൻ്റെ റസൂലുകളിൽ ഒരാളാണ് എന്നൊക്കെ റസൂൽ മറുപടി പറഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ഓല് പറഞ്ഞു, മാ നഅലമു അഹ്ല ദീനിൻ അഖല്ല ഹല്ലൻ ഫിദ്ദുനിയ വൽ ആഖിറതി മിൻകും. ഈ യഹൂദികൾ റസൂലിനോട് പറഞ്ഞു, അത്രേ നിങ്ങളത്ര ദുനിയാവും ആഖിറത്തും ഇല്ലാത്തൊരു വിഭാഗത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു മതത്തിൻ്റെ ആളുകളെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ദുനിയാവിലും എന്തില്ല, ഹല്ലില്ല, നിങ്ങൾക്കൊരു ഭാഗ്യമോ അതിൻ്റേതായൊരു സൗകര്യങ്ങളോ ഒന്നുമില്ല, ആഖിറത്തിലും ഇല്ല. പിന്നെ വലാ ദീനൻ ഷർറമിൻ ദീനിക്കും, നിങ്ങളത്ര മോശം ദീന് വേറെയില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്രേ ഇതിറങ്ങിയത്. ഈ സബബുൻ നുസൂൽ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. നുഐം ബിൻ മൈസർ, അപ്പോൾ അത് പശ്ചാത്തലം പറഞ്ഞു. ഇന്ന അക്തറക്കും ബിൽ കസിരി ഇന്ന അക്തറക്കും എന്ന് ഓതിയിട്ടുണ്ട് കിറാത്ത്, അടുത്തൊരു കിറാത്ത്. അപ്പോൾ ഇതിൽ വന്ന കിറാത്ത് വമാ തൻഖമൂനാന്നായിരുന്നു. പിന്നെ ഇന്ന അക്തറക്കും വയഹ്തമിലു അൻ യുൻതസബ വ അന്ന അക്തറക്കും ബിഫിഇലിൻ മഹ്ദൂഫിൻ യദുല്ലു അലൈഹി. അപ്പോൾ അന്ന അക്തറക്കും നമ്മൾ ഓതുന്നത് എന്തുകൊണ്ടാണ്? അന്ന അക്തറക്കും എന്നുള്ള ഓതുന്നത് യഹ്തമിലു, അവിടെ സാധ്യതയുണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഹൽ തൻഖിമൂന എന്നുള്ളത്. ഹൽ തൻഖിമൂന എന്ന ഒരു ഫിഇല്, ആ ഫിഇലിൽ നിന്ന് നസ്ബി ചെയ്തുകൊണ്ടാണ് അന്ന അക്തറക്കും. വലാ തൻഖിമൂന അന്ന അക്തറക്കും ഫാസിഖൂൻ എന്നാണ് നമ്മളവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നസ്ബിൻ്റെ സ്ഥാനത്താണ്. വലാ തൻഖിമൂന അന്ന അക്തറക്കും ഫാസിഖൂൻ എന്നുള്ളത്. വേണമെങ്കിൽ ഔ യർത്തഫി അലൽ ഇബ്തിദായി വ അന്ന അക്തറക്കും ഫാസിഖൂൻ എന്നുള്ളത് നമുക്ക് എന്താക്കാം, റഫ് ആക്കാം, മർഫു ആക്കാം. അപ്പോൾ ഇങ്ങനെ മുബ്തദ ആണ് എന്നുള്ള രൂപത്തിൽ വ അന്ന അക്തറക്കും ഫാസിഖൂൻ എന്നുള്ളത് മുബ്തദ. അപ്പോൾ അതിൻ്റെ ഖബർ മഹദൂഫാണ്. അന്ന അക്തറക്കും ഫാസിഖൂൻ എന്നുള്ളത് സാബിത്തുൻ, സ്ഥിരപ്പെട്ടതാണ്. അന്ന അക്തറക്കും ഫാസിഖൂൻ എന്നുള്ളത് സാബിത്തുൻ, സ്ഥിരപ്പെട്ടതാണ്. പുതിയൊരു സംഗതി പറയാം, ഫിസ്കുക്കും സാബിത്തുൻ മഅലൂമുൻ ഇൻദക്കും, നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ തമ്മാടികളാണ് എന്നുള്ളത്. ലിഅന്നക്കും അലിംതും, കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു, അന്ന അലൽ ഹക്കി, ഞങ്ങൾ ഹക്കിൻ്റെ ആളുകളാണ്, അന്നക്കും അലൽ ബാത്തുലി, നിങ്ങൾ ബാത്തിലിൻ്റെ ആളുകളുമാണ്. പിന്നെ ഇല്ല അന്ന ഹുബ്ബർ റിയാസത്തി വ കസ്ബൽ അംവാലി ലാ യദഅുക്കും, നിങ്ങൾക്ക് സ്ഥാനമാനങ്ങളോടുള്ള അമിതമായ ആഗ്രഹമാണ്, ധനം സമ്പാദിക്കാനുള്ള അത്യധികമായ ചോദനയാണ്, ലാ യദഅുക്കും, നിങ്ങളെ വിട്ടുപിരിയുന്നില്ല. ഫതൻസിഫു, അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നുവല്ലോ, നീതിപൂർവ്വം നിർവഹിക്കുമായിരുന്നല്ലോ കാര്യങ്ങൾ, നിങ്ങൾ നീതിപൂർവ്വം നിർവഹിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അന്ന അക്തറക്കും ഫാസിഖൂനാണ് വളരെ പ്രധാനം. ഓക്കെ, അവിടെയുള്ള വജഹകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ സബബുൻ നുസൂൽ, എന്നാൽ തന്നെ കാര്യം കൃത്യമായി. അടുത്തത് 60-ാമത്തെ ആയത്തിലെ തഫ്സീറിൻ്റെ ചില ഭാഗങ്ങൾ തുടങ്ങി വെക്കണം, മുഴുവനായിട്ട് നമ്മൾ പറയുന്നത്. കുൽ, നബിയെ നിങ്ങൾ അവരോട് വീണ്ടും പറയുക, ഹൽ ഉനബ്ബിഉക്കും ബിശർരിൻ മിൻ ദാലിക, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞങ്ങളിങ്ങനത്തെ ആളുകളാണ്, ഞങ്ങൾക്ക് ദീനില്ല, ഞങ്ങൾ അതല്ല, അങ്ങനെ പറയുന്നുണ്ടല്ലോ. ഹൽ ഉനബ്ബിഉക്കും ബിശർരിൻ മിൻ ദാലിക, ഇവരേക്കാൾ, ഇതിനേക്കാൾ ഷർറായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. മസൂബത്തൻ ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുത്ത് ശിക്ഷ ലഭിക്കുന്നതിൽ ഇതിനേക്കാൾ മോശമായ കാര്യം എന്താണ്? മൻ, ഒരുത്തനാണ്, ലഅനഹുല്ലാഹു, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു, വ ഗളിബ അലൈഹി, അള്ളാഹു അവരോട് ക്രോധം, ദേഷ്യപ്പെട്ടിരിക്കുന്നു, വ ജഅല മിൻഹുമുൽ ഖിറദത വൽ ഖനാസീറ, അള്ളാഹു അവരിൽ നിന്ന് അവർ മനുഷ്യന്മാരെ കുരങ്ങുകളായും പന്നികളായും മാറ്റിമറിച്ചിരിക്കുന്നു, വ അബദ താഗൂത്ത, അവർ ശൈത്താന്മാരെ ആരാധിക്കുമായിരുന്നു, ഉലായിക ശർറുൻ മക്കാന, അവരാണ് ശരിക്കുമുള്ള ഏറ്റവും നീചരായ ആളുകൾ, വ അളല്ലു അൻ സവാഇസ് സബീൽ, യഥാർത്ഥ മാർഗമുണ്ടായിട്ട് അതിൽ നിന്ന് പിഴച്ചു പോയവർ അവരാണ് എന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ആളുകളാണ് അള്ളാഹു ദേഷ്യപ്പെടുകയും അള്ളാഹു ശപിക്കുകയും അള്ളാഹു കുരങ്ങുകളായും പന്നികളായും മാറ്റിമറിക്കുകയും ഒക്കെ ചെയ്ത ശൈത്താന്മാരെ ആരാധിക്കുകയും ചെയ്തവരാണ് ഏറ്റവും നീചന്മാർ. അപ്പോൾ അവർക്ക് മുകളിലുള്ള ആളുകളാരാ അല്ലേ? അങ്ങനെ ഒരു സംശയമുണ്ട്. ഈ ദാലിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് സ്വാഭാവികമായിട്ടും സംശയം. നിങ്ങൾക്ക് ഞങ്ങളോട് എന്താണ് ഐബായിട്ട് കാണുന്നതുണ്ടല്ലോ,
ആ ഐബിനേക്കാൾ വലിയ ഐബുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങളെ ഐബ് എന്ന് വിളിക്കുന്നുണ്ടല്ലോ, ആ ഐബിനേക്കാൾ വലുത്. അങ്ങനെ ഒരു സംവാദം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ, നിങ്ങൾ ഞങ്ങളെ എന്താണ് ഐബ് എന്ന് വിളിക്കും, നിങ്ങൾ ഞങ്ങളെ മോശക്കാരായി കാണുന്നു, എന്നാൽ അതിനേക്കാളും വലിയ മോശക്കാരായ ആളുകളെ ഞങ്ങൾ കാണിച്ചു തരട്ടെ എന്ന് പറയും. അത് നമ്മൾ മോശക്കാരായിട്ടല്ല, പക്ഷേ അതൊരു സംസാരത്തിൻ്റെ രീതിയാണ്. ദാലിക എന്നുള്ളത് ഇഷാറത്തുൻ ഇലൽ മൻഖൂമി, ആ മൻഖൂമ്, ആ ഐബാക്കപ്പെട്ട, ആ മോശക്കാരാക്കപ്പെട്ട ആളുകൾ നിങ്ങൾ പറയുന്നു അത് ഞങ്ങളാണെന്ന്, അപ്പോൾ അതിലേക്കാണ് സൂചന. അപ്പോൾ വലാബുദ്ധ മിൻ ഹദ്ഫി മുലാഫിൻ കബ്ലഹു, അപ്പോൾ ആ ദാലിക എന്നുള്ളതിൻ്റെ മുമ്പ് ഒരു മുലാഫ് കളയപ്പെട്ടിരിക്കണം. അതെന്താണെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഫലാബുദ്ധ മിൻ ഹദ്ഫി മുലാഫിൻ കബ്ല മൻ, അല്ലേ, ലഅനഹു എന്നുള്ളതിന് മുമ്പ് ഒരു മുലാഫ് കളയപ്പെട്ടിരിക്കണം. ഓക്കെ, തഖ്ദീറുഹു രണ്ടിൻ്റെ മുമ്പ് മുലാഫ് കളയപ്പെട്ടാലും, ആദ്യം ഏതിൻ്റെ മുമ്പ് കളയപ്പെട്ടാൽ ദാലിക എന്നുള്ളതിൻ്റെ മുമ്പാണ് മുലാഫ് കളയപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഇങ്ങനെ പറയും, ഹൽ ഉനബ്ബിഉകും ബിശർരിൻ മിൻ അഹ്ലി ദാലിക. ഈ ഒരു ഐബാക്കപ്പെട്ട ആളുകൾ, ഈ ഐബിൻ്റെ ആളുകളേക്കാൾ വലിയ ഐബിൻ്റെ ആളുകളെ ഞാൻ പറഞ്ഞു തരാം എന്നാണ് അർത്ഥം. അപ്പോൾ പിന്നെ മൻ ലഅനഹുല്ലാഹു എന്നുള്ളതിൻ്റെ മുമ്പാണ് മുലാഫ് കളയപ്പെട്ടിട്ടുള്ളതെങ്കിലോ, അപ്പോൾ ഇങ്ങനെ പറയും, ഹൽ ഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മസൂബത്തൻ ഇൻദല്ലാഹി ദീന മൻ ലഅനഹുല്ലാ, അല്ലാഹു ശപിച്ചവരുടെ ദീന് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വമൻ ലഅനഹുല്ലാ, മൻ ലഅനഹുല്ലാ എന്നുള്ളത് ഫി മഹല്ലി റഫ്, അതിൻ്റെ സ്ഥാനം റഫ് ആണ്. അലാ കൗലിക്ക എന്തിൻ്റെ മേലെ, ഹുവ മൻ ലഅനഹുല്ലാ, അവരാകുന്നത് മൻ ഒരുത്തരാണ്, ലഅനഹുല്ലാ അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. കൗലിഹി താല. ഇപ്പം ഏത് പറയുന്നത് പോലെയാണെന്ന് ചോദിച്ചാൽ സൂറത്തുൽ ഹജ്ജിലുണ്ട്, കുൽ നബിയെ നിങ്ങൾ പറയുക, അഫ ഉനബ്ബിഉകും ബിശർരി മിൻ ദാലിക്കും, അതിനേക്കാൾ ഷർറ് നിങ്ങൾക്ക് നാം പറഞ്ഞു തരട്ടെയോ. എന്നിട്ട് പറയാണ് ഹുവ, അത് അന്നാറു നരകമാണ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഫി മഹല്ലിൽ ജർരി, അല്ലെങ്കിൽ അത് റഫിൻ്റെ സ്ഥാനത്തല്ല ജറിൻ്റെ സ്ഥാനത്താണ്. അലൽ ബദലി മിൻ ഷർരിൻ, എൻ്റെ തൊട്ട് മുമ്പുള്ള ഷർറ് എന്നുണ്ടല്ലോ, ബിഷർരി മിൻ ദാലിക മൻ ലഅനഹുല്ലാ, ആ ഷർറ് എന്നുള്ളതിൻ്റെ ബദലായിട്ട് നിങ്ങൾക്ക് ഇതിനേക്കാൾ മോശമായൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ, അതിൻ്റെ ബദല് മൻ ലഅനഹുല്ലാ, അള്ളാഹു ശപിച്ചവർ എന്നുള്ള രൂപത്തിൽ. പിന്നെ ഒരു ഖിറാഅത്ത് മസൂബത്തൻ എന്നും പറയാം, മസ്വബത്തൻ എന്നും പറയാം. മിസാലുഹുമ മഷൂറത്ത് മഷ്വറത്ത് എന്ന് പറയുന്ന പോലെ മസൂബത്ത് മസ്വബത്ത് എന്ന് പറയും. അപ്പോൾ ചോദ്യം, ഇവിടെ ആണെങ്കിൽ മസൂബത്ത് എന്നല്ല പറയല്ലോ, കാരണം മസൂബത്ത് ഇപ്പം ഇതിൻ്റെ അർത്ഥം എന്താ, അള്ളാഹുവിൻ്റെ അടുത്ത് ശിക്ഷ കിട്ടുന്ന, ഏറ്റവും നീചമായ ശിക്ഷ കിട്ടുന്ന എന്നാണ്. ശിക്ഷ എന്നുള്ളതിന് ഉപയോഗിച്ച പദം മസൂബത്ത് എന്നാണ്. മസൂബത്ത് എന്ന സവാബ്, പ്രതിഫലമല്ലേ. അപ്പോൾ എങ്ങനെ ശരിയാവുക? അൽ മസൂബത്ത് മുഖ്തസത്തും ബിൽ ഇഹ്സാനി, നന്മയ്ക്ക് മാത്രം പ്രത്യേകമായതല്ലേ മസൂബത്ത് എന്ന് പറയുന്ന പ്രതിഫലം. നന്മ ചെയ്യുന്നതിനുള്ള പ്രതിഫലമല്ലേ മസൂബത്ത്, തിന്മ ചെയ്യുന്നതിനുള്ള പ്രതിഫലം ഉഖൂബത്തല്ലേ. ഫ കൈഫ ജാഅത്ത് ഫിൽ ഇസാഅത്തി, തിന്മ ചെയ്തതിൻ്റെ പ്രതിഫലമായി കിട്ടുന്ന ശിക്ഷ എന്ന വാക്കിന് വേണ്ടി എങ്ങനെയാണ് മസൂബത്ത് ഉപയോഗിച്ചത്? കുൽത്തു, ഉത്തരം, ഉളിഅത്തിൽ മസൂബത്ത് മൗളിഅൽ ഉഖൂബ, അവിടെ മസൂബത്ത് ഉഖൂബത്ത് എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ്. ഉദാഹരണം, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം എന്ന് പറയും, നല്ല ശിക്ഷ കൊണ്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ശിക്ഷ കൊണ്ട് സാധാരണ സന്തോഷ വാർത്ത അല്ലല്ലോ അറിയിക്കുക, ദുഃഖവാർത്തയാണ് അറിയിക്കുക. അപ്പോൾ ബഷാറത്തും അദാബും ഒരുമിച്ച് ചേർന്ന പോലെയാണ് മസൂബത്തും ഷർറും അവിടെ ഒരുമിച്ച് ചേർന്നത്. അതേപോലെ തഹിയ്യത്തു ബൈനിഹിമി ലർബുൻ വജിഉ, അവർക്കുള്ള ഒരു ആദരവ് എന്ന് പറയുന്നത് എന്താണ്? നല്ല അടിയാണ്. തഹിയ്യത്തു ബൈനിഹിമി ലർബുൻ വജിഉ, അവർ തമ്മിൽ ഗ്രീറ്റ് ചെയ്യുക എങ്ങനെയാണ്? അടിച്ചിട്ടാണ്. ഫൈൻ കുൽത്ത, അപ്പം നിങ്ങൾ ചോദിച്ചു, അൽ മുആഖബു മിനൽ ഫരീഖൈനി ഹുമുൽ യഹൂദു, രണ്ട് വിഭാഗമാണ് ഇവിടെയുള്ളത്, ഒന്ന് വിശ്വാസികൾ, മറ്റൊന്ന് ശിക്ഷിക്കപ്പെടുന്നവർ. അപ്പോൾ അവരിൽ ഇപ്പോൾ ഈ രണ്ട് ആയത്തുംപാടെ ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ആദ്യം യഹൂദികൾ ഇങ്ങോട്ട് പറഞ്ഞു അല്ലേ, യഹൂദികൾ സത്യവിശ്വാസികളെ ഐബായി കണ്ടു, മോശക്കാരായി കണ്ടു, ന്യൂനരായി കണ്ടു. പിന്നെ റസൂല് പറയുന്നു, അതിനേക്കാൾ നിങ്ങൾ കാണുന്ന ന്യൂനതയേക്കാൾ വലിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരുന്നു. അപ്പോൾ നമുക്ക് തോന്നൂലേ, ഒരു വിഭാഗം ന്യൂനരാണോ എന്നൊരു തോന്നൽ, രണ്ട് വിഭാഗവും ന്യൂനരാണോ എന്ന് തോന്നും അല്ലേ. നമ്മളേതായാലും ന്യൂനരാണ്, നമ്മളെക്കാൾ ന്യൂനരാണ് യഹൂദികൾ എന്നാണ് ആ വർത്തമാനം സൂചന നൽകുന്നത് എന്ന് തോന്നും. അപ്പോൾ അൽ മുആഖബു മിനൽ ഫരീഖൈനി, ഈ രണ്ട് വിഭാഗത്തിൽ നിന്നും ശിക്ഷിക്കപ്പെടുന്നവർ യഹൂദികൾ മാത്രമാണ്. ഫലിമ ശൂരിക ബൈനഹും ഫിൽ ഉഖൂബത്തി, പിന്നെ എന്തിനാണ് രണ്ട് വിഭാഗത്തെയും ഉഖൂബത്ത് കിട്ടുന്നു, രണ്ടു പേർക്കും ശിക്ഷ കിട്ടുന്നു എന്ന ഒരു ധ്വനി
ശിക്ഷയുടെ കാര്യത്തിൽ രണ്ട് വിഭാഗത്തെയും പങ്കു ചേർത്തത് എന്തിന്? ആ വർത്തമാനം കേട്ട് അങ്ങനെ തോന്നും. അപ്പോൾ നമ്മൾ പറഞ്ഞു കാനൽ യഹൂദു ലുഈനു യസ്അമൂന അന്നൽ മുസ്ലിമീന ളാല്ലൂന മുസ്തജീബൂന ലിൽ ഇഖാബ്. കാരണം യഹൂദികൾ പറഞ്ഞിരുന്നു മുസ്ലിമീങ്ങൾ വഴിപിഴച്ചവരാണ്, അവർക്ക് എന്തായാലും ശിക്ഷ ഉണ്ടാവുന്നു. ഫഖീല ലഹും, അപ്പോൾ അവരോട് പറയപ്പെട്ടു മൻ ലഅനഹുല്ലാഹു, അള്ളാഹു ശപിച്ചവരാരോ അവർ ഷർറുൻ ഉഖൂബത്തൻ ഫിൽ ഹഖീഖത്തി വൽ യഖീനി മിൻ അഹ്ലിൽ ഇസ്ലാമി ഫീ സഅമിക്കും വദഅവാക്കും. അപ്പോൾ മൻ ലഅനഹുല്ലാഹു ഷർറുൻ, അള്ളാഹു ശപിച്ചവരാരോ അവരാണ് ഷർറുൻ ഉഖൂബത്തൻ, ഏറ്റവും നന്നായിട്ട് ശിക്ഷ കിട്ടുന്നവർ, ഫിൽ ഹഖീഖത്തി വൽ യഖീനി, യഥാർത്ഥത്തിൽ, മിൻ അഹ്ലിൽ ഇസ്ലാമി, ഇസ്ലാമിൻ്റെ ആളുകളേക്കാൾ. അപ്പോൾ ഇസ്ലാമിൻ്റെ ആളുകൾക്ക് ശിക്ഷ കിട്ടുമോ? ഇല്ല. അത് കിട്ടുന്ന ആരാ പറയുന്നത്? ഫീ സഅമിക്കും, നിങ്ങളാണ് വാദിക്കുന്നത്, വദഅവാക്കും. അപ്പോൾ നിങ്ങളുടെ ആ വാദത്തിന് വേണ്ടി മാത്രം അംഗീകരിച്ചു കൊണ്ട് പറയാണ് ഇതിനേക്കാൾ ശിക്ഷ കിട്ടുന്നത് നിങ്ങളാണ്. ഒരു വാദത്തിൻ്റെ ഒരു ഡിബേറ്റിൻ്റെ രീതിയാണ്, ഒരു സംസാര രീതിയാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അന്ന അക്തറക്കും ഫാസിഖൂനും പിന്നെ സബബുൻ നുസൂലും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കും. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.